ഹലോ ഗേസ്, ഇന്ന് നമ്മളൊരു ബേബി ഷവർ കൂടാൻ പോവാണ് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ നിങ്ങളെയും കൂട്ടാന്ന് ഓർത്തു. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും മഴ കേട്ടോ. റിജോതി അങ്ങനെ ജാക്കറ്റ് എടുക്കാനായിട്ട് പോയി. എന്തിനാണ് ഇത്രയും കെട്ടി ഒരുങ്ങിയെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. എന്തായാലും ഒരുങ്ങി. ബേബി ഓൺ ദ വേ ആണെങ്കിലും നമുക്കിപ്പോൾ അവിടെ ഓൾറെഡി ഉള്ള 2 ബേബീസ് ഉണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണിത്. സിറ്റി സെൻട്രലിൽ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമുള്ള സെയിം സാധനങ്ങൾ തന്നെയാണ് ഈ പ്രാവശ്യം ഉള്ളത്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പാർട്ടി നടത്തുന്നത്. ഞാനും റിജുവൊക്കെ വളരെ പങ്ക്ച്വൽ ആയതുകൊണ്ട് കറക്റ്റ് ടൈമിലെത്തി കേട്ടോ. ബട്ട് ഈ പ്രാവശ്യം സംഘാടകരൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ഈ 2 ടീംസിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചോക്ലേറ്റ്സ് മേടിച്ചത്. അവർക്ക് ഇങ്ങനെ കുഞ്ഞ് സർപ്രൈസ് ഒക്കെ കിട്ടുമ്പോൾ അവർ ഹാപ്പിയാന്ന് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ അലങ്കോലപ്പണികളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, പുറത്തൊന്നും ആരുടെ ആവശ്യമില്ല. അങ്ങനെ ഡെക്കോറെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് സെറ്റ് ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് മോം ടു ബിയും ഡാഡ് ടു ബിയും കാണാം കേട്ടോ. ഇവർ 2 പേരുമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ മെയിൻ താരങ്ങൾ. ഇതാണ് സാലിയും ഇസാനയും. ഡെക്കോറും അവരുടെ ഡ്രസ്സും എല്ലാം കൂടെ കാണാനായിട്ട് അടിപൊളിയായിട്ടില്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. മേ ബി എൻ്റെ ഫേവറേറ്റ് കളർ പേർപ്പിൾ ആണ്, അതുകൊണ്ടിട്ടായിരിക്കും. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുറത്ത് നമുക്ക് ഒരാളുടെ ആവശ്യമില്ലെന്ന്. ലൈറ്റ്മാനും ക്യാമറമാനും ഒക്കെ ഓൺ ദ ഹൗസ് ആണ് കേട്ടോ. ഇത് നോക്കിയാൽ പിള്ളേരെ പോലെ കേക്കിന് കൊതി ഉറങ്ങിക്കുന്നത് ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാട്ടോ ഞാനത് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ചെറിയൊരു സൗന്ദര്യപ്പടക്കം നടന്നു കേട്ടോ. വേറെ ആരുമല്ല, ഇവർ 2 പേരും തമ്മിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അക്കു വേണ്ടാന്ന് വെച്ച ഫോട്ടോയിൽ ഇശല് പോയി പോസ് ചെയ്തതിൻ്റെ പിണക്കമാണ് അക്കുവിന്. പിന്നെ അവർ 2 പേരും പറഞ്ഞതങ്ങ് സോൾവ് ആക്കി. പിന്നെ ഈ കാണുന്നത് നമ്മുടെ നെക്സ്റ്റ് മോം ടു ബി ആണ് കേട്ടോ. അടുത്ത നമ്മൾ ബേബി ഷവർ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇവരുടെയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ഡ്രസ് കോഡ് വരുന്നത് ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ് എല്ലാവരും ഓഫ് വൈറ്റ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സൈഡായി. അപ്പം അത്രേ ഉള്ളൂ, ബൈ.